നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും നിങ്ങളോട് ഇഷ്ടം വരാൻ കുറച്ച് സൈക്കോളജി ട്രിക്സ് പഠിപ്പിച്ചു തരട്ടെ. സോ ഇത് പാർട്ട് 3 ആണ്. സോ പാർട്ട് 1ഉം പാർട്ട് 2 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടിട്ട് വരിക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് പുതിയ ട്രിക്സ് ആണ്. സോ മനസ്സിലാക്കുക, നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ആക്ച്വലി നമ്മളോട് ഇഷ്ടം വരാൻ ഈ സൈക്കോളജി ട്രിക്സ് ഉറപ്പായിട്ടും വർക്ക് ആവുന്നതാണ്. പക്ഷെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്, ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഒരു മാനിപ്പുലേഷന് വേണ്ടി പറയുന്നതല്ല. ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ സ്കിൽസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അറിയില്ല. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ട്രിക്സ് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, എന്നാൽ ഫേക്ക് ആകാതെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വർക്ക് ആവുന്നതുമായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നതാണ് പവർ ഓഫ് എഗ്രിമെന്റ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഒരു ദിവസം വിളിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ അതെന്തോ വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ച് നിങ്ങൾ കാര്യം പറയാണ്. നിങ്ങൾ കുറേ നേരം നിങ്ങളുടെ ഫ്രണ്ടിനോട് ഈ ഐഡിയ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഇത് കേട്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, അയ്യേ ഇതെന്താ സംഭവം, ഇതൊക്കെ ആരെങ്കിലും ചെയ്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? പിന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ടിനോട് ഐഡിയ ഷെയർ ചെയ്യാൻ തോന്നുന്നു. ഒരു പരിധിവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഫ്രണ്ടിനോട് ഐഡിയ പറയാൻ തോന്നില്ല. ചിലപ്പോൾ രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത് ഫ്രണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആ ഫ്രണ്ടിനോട് ചിലപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഐഡിയ പറയണമെന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളോട് കുറ്റം ഒരിക്കലും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറവുകൾ മാത്രമേ പറയാൻ പോകുന്നത്. കുറ്റം പറയരുതെന്നല്ല, കാരണം ഐഡിയയിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അത് ഈസ് ഡിഫറെന്റ്. ഓക്കെ, പക്ഷെ അയ്യേ ഇതെന്ത് സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ തോന്നില്ല. ഇവിടെ ഇന്നത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പവർ ഓഫ് എഗ്രിമെന്റ്. അതായത് ആൾക്കാരോട് നിങ്ങൾ എത്രത്തോളം എഗ്രി ചെയ്യുന്നു അത്രത്തോളം അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് സാധാരണ എല്ലാ മനുഷ്യർക്കുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. അവരോട് എഗ്രി ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാന്നുള്ളത്. അതായത് അതൊരു വലിയ കാര്യമാകണമെന്നില്ല. ഈവൻ ഒരു സ്മോൾ പോയിന്റിൽ നിങ്ങൾ അവരായിട്ട് എഗ്രി ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഓൾറെഡി ഒരു ചിന്ത വരും, ഹി ഓർ ഷീ ഈസ് ഓൺ മൈ സൈഡ്, ഇവർ എൻ്റെ സൈഡിലാണെന്നുള്ള ചിന്ത അവർക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും തുടങ്ങുന്നതായിരിക്കും. അപ്പൊ ഞാൻ എഗ്രി ചെയ്യണമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കുറെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചിന്തയാണ്, അപ്പൊ നമ്മൾ ഡിസ്അഗ്രി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എഗ്രി ചെയ്തുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല തെറ്റാണെന്ന് തോന്നിയാലും ഞാൻ യെസ് യെസ് എന്ന് പറയണോ? ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ ആദ്യം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം മനസ്സിലാക്കാം, നമ്മൾ അവരായിട്ട് എഗ്രി ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ അവർക്ക് നമ്മളോട് കണക്ട് ചെയ്യാനൊരു ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ അവരോട് ഡിസ്അഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് എപ്പോഴും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മളോട് കണക്ട് ആവാൻ തോന്നുകയോ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ തോന്നില്ല. കാരണം ഓൾറെഡി അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇയാൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഇയാൾ എപ്പോഴും ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലാക്കി എപ്പോഴും ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാനൊന്നും എല്ലാവർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനി അവര് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഒട്ടും എഗ്രി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അതിലൊരു ചെറിയ കാര്യം കണ്ടുപിടിച്ചിട്ട് അത് എഗ്രി ചെയ്താലും മതി. അത് നല്ല ഐഡിയ അല്ലേ? പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ നിങ്ങളോട് പറയാണ്, ഈ സോഷ്യൽ മീഡിയ ആണ് നമ്മളുടെ ജനറേഷൻ തകർക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ കാരണമാണ് ആൾക്കാരെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ തലമുറ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയല്ലല്ലോ, ഇയാളെന്തീ പറയുന്നത് എന്ന് തോന്നുകയാണെങ്കിലും അപ്പൊ തന്നെ ഡിസ്അഗ്രി ഡയറക്ട്ലി ചെയ്യാതെ നമുക്ക് ഒരു ചെറിയ പോയിന്റ് കണ്ടുപിടിച്ച് എഗ്രി ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അത് ശരിയാണ്, ഈ സോഷ്യൽ മീഡിയ വന്നതോടെ ആൾക്കാർ അവരെ തന്നെ വേറെ ആൾക്കാരായിട്ട് ഒരുപാട് കമ്പയർ ചെയ്ത് അവരുടെ ഹാപ്പിനെസ് ഒക്കെ കുറയുകയാണ്. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവരായിട്ട് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്തിട്ടില്ല. ബട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആ നെഗറ്റീവായ കാര്യം മാത്രം പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ തോന്നും. അപ്പോൾ അവർക്ക് നിങ്ങളോട് വേറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തോന്നും. അപ്പോൾ സോ ഡയറക്ട്ലി ഡിഫെൻസീവ് ആവാതെ, ഡയറക്ട്ലി അവർ പറയുന്ന എല്ലാം തെറ്റാണെന്ന് പറയാതെ, അവർ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ്, ഒരു സ്മോൾ പോയിന്റ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ പതുക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. വൺസ് ദേ ഗെറ്റ് കണക്റ്റഡ് ദെൻ യു ക്യാൻ എക്സ്പ്ലെയിൻ ടു ദം. അല്ലാത്ത പക്ഷം നിങ്ങൾ ആദ്യമേ തന്നെ എല്ലാം ഡിസ്അഗ്രി ചെയ്ത് എല്ലാം എതിർത്ത് പറഞ്ഞൊരു ആർഗ്യുമെന്റിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനോ കണക്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം കണക്ട് ആവാൻ തോന്നില്ല, കാരണം ഇയാൾ എപ്പോഴും നെഗറ്റീവാണ്, ഇയാൾ എപ്പോഴും കുറ്റം പറയാണെന്നുള്ള ഫീൽ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. സോ മനസ്സിലാക്കാൻ, നിങ്ങൾ ഒരാളുടെ പരിചയപ്പെടാണ് കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിലൊരു ചെറിയ പോയിന്റ് എങ്കിലും കണ്ടുപിടിച്ച് എഗ്രി ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നുള്ളതാണ്. ഇനി ഒട്ടും പറ്റിയില്ലെങ്കിൽ അവിടെ നിൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നിങ്ങൾക്ക് ഒരാളോട് കണക്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഐഡിയോളജി നിങ്ങളുടെ വാല്യൂസിനും എതിരായിട്ടാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അവരെ ഒരിക്കലും അവരോട് നിങ്ങളെല്ലാം എഗ്രി ചെയ്ത് അവരായിട്ട് കണക്ട് ആകാൻ നിങ്ങൾ ഒരിക്കലും നോക്കരുത്. ബിക്കോസ് ഇപ്പൊ നിങ്ങൾക്ക് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യാനും ഒരുപാട് അഫക്ട് ചെയ്യാനും ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡിയോളജിയും നിങ്ങളുടെ വാല്യൂസിനും ചേരുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര പാടായി പോകും. ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? യൂസ് ദിയർ നെയിം. ഇത് ഒരുപാട് പവർഫുൾ ആയ ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അവരുടെ പേരെന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ പേര് വിളിച്ച് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം വരാൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ അത് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണം. എപ്പോഴും അവരുടെ പേര് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നും എന്തായാലും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സംസാരിക്കാതെ നേരെ മറിച്ച് അവരുടെ പേര് കോൺവെർസേഷനിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ പേര് അപ്പു എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അമ്പു അതൊരു അടിപൊളി ഐഡിയ ഉള്ള അപ്പു, എന്തായാലും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ദാറ്റ്സ് നൈസ് അപ്പു. അങ്ങനെ എന്തെങ്കിലും അവരുടെ പേര് ഉപയോഗിച്ച് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കുക. ഇനി ഒരു ഗ്രൂപ്പിനിടയിൽ അവർ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കും. അതായത് ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യം പറയണം, അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അപ്പോൾ ദാറ്റ് മേക്സ് സെൻസ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ പേര് എടുത്ത് ഉപയോഗിച്ചു, അതുപോലെ തന്നെ അവർ പറയുന്ന ഐഡിയ നല്ലതാണെന്ന് നിങ്ങൾ എഗ്രിയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പേര് ഇത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും ഇതിന് ഒരുപാട് പവർ ഉണ്ട്. അതായത് ഒരാളുടെ പേര് വിളിച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവരുടെ പേരിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും പതുക്കെയെങ്കിലും. പക്ഷേ ഇത് ഓവർ ഡു ചെയ്യരുത്. അതായത് പിന്നെയും ഒരുപാട് ഉപയോഗിച്ച് അലമ്പാക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നോ നെഗറ്റിവിറ്റി. ഇവിടെ ഞാൻ നോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണിത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ അടുത്ത് അധികം നാൾ നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ആൾക്കാർക്ക് തന്നെ തോന്നും ഇയാൾ എന്ത് നെഗറ്റീവാണ് എന്നൊരു ഫീൽ വരും. അങ്ങനെ തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ആരും നിൽക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾ എപ്പോഴും അയാളോട് കുറ്റങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളും മാത്രമാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ അവരുടെ കൂടെ ഒരു കടയിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഹോട്ടലിന് കുറ്റം പറയാം, എന്ത് സ്ഥലമുള്ള ഇത്, ചായ ഒട്ടും കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല, അന്ന് ഞാൻ വേറൊരു കടയിൽ നിന്ന് കഴിച്ചപ്പോൾ അവിടെ നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇവിടെ ഒന്നിനും ടേസ്റ്റ് ഇല്ലല്ലേ, കൊള്ളില്ലല്ലേ. ഇങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റി പറയാണ്, എൻ്റെ ലൈഫ് ഭയങ്കര ബാഡാണ്, എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഒട്ടും ഹാപ്പി അല്ല, എൻ്റെ കൂടെ ഒന്നും ആരും ഇല്ലെന്ന്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുവാണെങ്കിൽ പോലും ആൾക്കാർ നിങ്ങളെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത്. പരിചയപ്പെട്ട് ഒരു കണക്ഷൻ ആയതിനു ശേഷമാണ് നിങ്ങൾ ആൾക്കാരോട് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ആയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ നെഗറ്റീവായിട്ട് ചിലപ്പോൾ വിധിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ പരിചയപ്പെടുന്ന തുടക്കത്തിലേ തന്നെ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അത് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾ അവരെ നെഗറ്റീവായിട്ട് ലേബിൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അയാൾ എപ്പോഴും കുറ്റം മാത്രമേ പറയുള്ളൂ, അയാൾ എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഗറ്റീവായ കാര്യങ്ങൾ പറയരുതെന്നല്ല, പറയാം, പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ കൂടി പറയണം. അതായത് എനിക്ക് എന്തില്ല എന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർക്ക് നിങ്ങളെ നെഗറ്റീവായിട്ട് തോന്നും. നേരെ മറിച്ച് എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഇംപ്രസ് ആവും. കാരണം ദാറ്റ് ഷോസ് യു ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയുള്ളവരാകുന്ന ആൾക്കാർക്ക് എപ്പോഴും അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ അട്രാക്ഷനും കൂടുതലാണ്. നേരെ മറിച്ച് എല്ലാത്തിനും പരാതി പറയുന്ന ആൾക്കാർക്ക് അട്രാക്ഷനും അറ്റാച്ച്മെന്റും വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സോ ഇനി എപ്പോഴും മനസ്സിലാക്കാൻ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേര് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ നോക്കുക. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരുടെ പേര് വിളിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ ആൾക്കാരോട് എഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എഗ്രി ചെയ്യുക. ഇനി നിങ്ങൾക്ക് അവരോട് ഒട്ടും എഗ്രി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യം കണ്ടുപിടിച്ചിട്ട് അതിലെങ്കിലും അവരായിട്ട് എഗ്രി ചെയ്യുക. നിങ്ങൾ അവരായിട്ട് എഗ്രി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ വരവെക്കുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. കാരണം അവർക്ക് തോന്നും ദേ ആർ ഓൺ മൈ സൈഡ് എന്നുള്ള ഫീൽ ഉണ്ടാവും. അപ്പൊ അവർ നിങ്ങളോട് കൂടുതൽ കണക്ട് ആവും. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യാതെ നിങ്ങൾ അവിടെ കാണുന്ന നല്ല കാര്യങ്ങൾ, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടെന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ
അവർക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോ ഇവിടെ ഒന്നും തീരുന്നില്ല, ഇനിയും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും കൗൺസിലിംഗോ തെറപ്പി സെഷൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് എന്തായാലും ഫിൽ ചെയ്യാവുന്നതാണ്. ഞാൻ അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. മനസ്സിലാക്കി എനിക്ക് ഒരുപാട് മെസ്സേജുകളും മെയിലുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം വായിച്ച് റിപ്ലൈ തരാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വരുന്നത്. എല്ലാവർക്കും റിപ്ലൈ അയക്കുക എന്നുള്ളത് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം വഴി സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. നമുക്ക് ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.